ഇന്ന് നമ്മൾ ഒരു യോക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജോർജറ്റിൻ്റെ ഫാബ്രിക് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളറിലെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. അപ്പം ത്രെഡ്സ് വന്നിട്ട് സിൽക്ക് ത്രെഡ്സ് ആണ്. അപ്പോൾ നല്ല ഡാർക്ക് റെഡ് കളറും അതുപോലെ ഒരു ഗ്രേ കളറിലെ റെഡുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എന്താ ഇതുപോലത്തെ കട്ട് ബീഡ്സ് വേണം, ഗോൾഡൻ കളറിൽ ആൻറ്റി ഗോൾഡ് കളറാണ് ഈ ഒരു കളറിലെ കട്ട് ബീഡ്സ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ചെറിയ സ്മോൾ കട്ട് ബീഡ്സ് നമുക്ക് വേണം. പിന്നെ വൈറ്റ് കളറിലെ പേളും കൂടെ നമുക്ക് വേണം. അപ്പോൾ ആദ്യം തന്നെ എന്താ പിക്ചർ വരച്ചിട്ടുണ്ട്. അത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നെക്കിന് രണ്ട് സൈഡിന് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് ഞങ്ങളുടെ ഒരു 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും 11 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. രണ്ട് സൈഡിലും ബോക്സ് പോലെ ഒന്ന് വരച്ച് കണക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം. ഒരു സൈഡിൽ നിന്ന് താഴത്തെ കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് മെഷർമെൻറ്റ് ടേപ്പിൽ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ ലൈന് അടുത്തടുത്തായിട്ട് നമുക്ക് വരച്ചു കൊടുക്കണം. തിരിച്ചും ഈ പ്രത്യേക സൈഡിലേക്കും അതുപോലെ തന്നെ വരച്ചിട്ട് നമ്മളൊരു ഡയമണ്ട് ഷേപ്പിലാക്കി എടുക്കുക ചെയ്യുന്നത്. പിന്നെ ഓരോ ലൈനിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് ഓരോ കോർണർ വരുന്ന ഓരോ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് റൗണ്ട്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയാണ്. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് അവിടെ ഒരു ബീഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ, യോക്ക് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പിക്ചറിൽ കണ്ട പോലെ തന്നെ ആദ്യം തന്നെ ആ റൗണ്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സിൽക്ക് ത്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു റൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് നോട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗത്ത്, അതായത് ഒരു റൗണ്ടിൽ നമ്മൾ റെഡ് ആണെങ്കിൽ ചെയ്യുന്നെങ്കിൽ അടുത്ത ലൈനിൽ എവിടെയാണോ റൗണ്ട് വരുന്നത് ആ ഭാഗത്ത് നമ്മൾ ഗ്രേ കളറ് ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ത്രെഡ് ഞാൻ 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. 4 സ്ട്രാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് വീണ്ടും ത്രെഡ് മടക്കിയിട്ട് 8 സ്ട്രാൻഡ്സ് ആക്കി എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള ഭാഗം കൂടി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ ലൈൻസൊക്കെ നമുക്കൊന്ന് അരി നീഡിൽ വെച്ചിട്ടാണ് ഇവിടെ നീഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലോക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഈ ഒരു കട്ട് ബീഡ്സ്, സ്മോൾ കട്ട് ബീഡ്സ് ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ബീഡ് വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു എടുക്കുന്നത് കേട്ടോ. ഫ്ലവേഴ്സൊക്കെ ആദ്യം ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബീഡ്സ് വരുന്ന ഓരോ കോർണർ ഭാഗങ്ങളുണ്ടാവും. ആ ഒരു സൈഡിലെല്ലാം നമുക്ക് ഇതുപോലെ ആദ്യം ഒരു കട്ട് ബീഡ് എടുക്കുക. ആദ്യം കാണിച്ചില്ല ഒരു ആൻറ്റി ഗോൾഡ് കളറല്ലേ, ആ ഒരു കട്ട് ബീഡ് എടുക്കുക. പിന്നെ ഒരു ബീഡും കൂടെ എടുക്കുക. എന്നിട്ട് ഒരുമിച്ച് താഴേക്ക് ത്രെഡ് വലിക്കുക. ഇതുപോലെ 4 ഭാഗത്തായിട്ട് ഇതുപോലെ
ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണിത് കേട്ടോ. ഇതൊരു എലൻ കുർത്തിയായിട്ട് നമുക്ക് ചെയ്യാം, അതുപോലെ അംബ്രല്ല കുർത്തിയായിട്ട് നമുക്ക് ചെയ്യാം. പ്ലേഡ് കുർത്തിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ യോക്ക് ഭാഗത്ത് വന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഫ്ലേഡ് കുർത്തിയായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറിലെ പേൾ വെച്ച് കൊടുക്കുന്നുണ്ട്, ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡിസൈന്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു പാർട്ടി വെയർ സിൽവർ കുർത്തിയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.